എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എന്നെ മറന്നുപോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. മറന്നുപോയവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുകയാണ്, ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലെ ടൗൺസ്വില്ലാണ് താമസിക്കുന്നത്. അപ്പം ഞാനിന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ട്രാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നതാണ്. ഇവിടെ ടൗൺസ്വില്ലുള്ള ഒരു ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഞാനിന്നിവിടെ വന്ന് സ്ട്രാൻഡൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഉണ്ടല്ലോ, ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു മരം കണ്ടു. ഞാൻ നാട്ടിലൊന്നും അങ്ങനെ ഒരു മരം കണ്ടിട്ടില്ല. മരം മാത്രമല്ല, മരത്തിൽ നിറയെ തത്തകളും. അപ്പം സ്റ്റാൻഡിന്റെ കുറച്ച് കുഞ്ഞു കാഴ്ചകളും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ആ മരവും ഒക്കെ ഒന്ന് കണ്ടാലോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നല്ല ഭംഗിയുള്ള പൂക്കളുള്ള മരം. ഈ മരം ഞാൻ പല പ്രാവശ്യം ഇവിടെ സ്റ്റാൻഡിൽ വന്നപ്പോൾ കണ്ടിട്ടുള്ളതാണ്. എപ്പോഴും കായായിട്ട് കിടക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇത്രയധികം പൂത്ത് കിടക്കുന്ന ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. ഈ മരത്തിന്റെ പൂവ് കണ്ടാലേ ശരിക്കും നമ്മുടെ നാട്ടിലെ പനിനീർ ചാമ്പയുടെ പൂവിന്റെ കളറുള്ള പൂവാണ്, ഒരു ക്രീം കളറുള്ള പൂവ്. പക്ഷേ ശരിക്കും നമ്മുടെ കണിക്കൊന്ന പോലെ താഴേക്ക് കൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്നു. മാലമുത്ത് പോലെയുണ്ട് അതിൻ്റെ മുട്ടുകൾ കണ്ടാൽ. ഒരുപാട് പൂവുകളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തൊരു ഭംഗിയുള്ള മരമാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തു. എനിക്കിതിനെപ്പറ്റി അറിയാൻ മേലാഞ്ഞത്. അപ്പം കണ്ടത് ഇതൊരു തരം പൈൻ മരമാണെന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പൂവ് ഇങ്ങനെ കിടക്കുന്നത്. പൈൻ മരത്തിൻ്റെ പൂവെല്ലാം ഇങ്ങനെയാണല്ലോ, കൊലയായിട്ട് ഇങ്ങനെ ചെണ്ടു പോലെയൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണല്ലോ. അപ്പം ഈ മരത്തിൻ്റെ പേര് മാംഗോ പൈൻ ട്രീ എന്നാണെന്നും പിന്നെ വേറെ എന്തോ കാസോവരി പൈൻ ട്രീ എന്നാണെന്നൊക്കെയാണ് ഗൂഗിളിനകത്ത് കണ്ടത്. ഇതുണ്ടോ മുട്ടുകൾ കിടക്കുന്നുണ്ടോ. പൂ കണ്ടാൽ ശരിക്കും കണിക്കൊന്ന പൂത്ത് കിടക്കുന്ന പോലെ. പക്ഷെ കണിക്കൊന്ന പൂവിൻ്റെ മഞ്ഞ കളറില്ല. പിന്നെ പനിനീർ ചാമ്പ കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ പൂവ് ഇതേ കളറാണ്, ക്രീം കളറിൽ. മരത്തെ നിറയെ തത്തകളാണ് കേട്ടോ. കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നത്. എനിക്കൊന്നും പറയാനൊന്നും പറ്റുന്നില്ലായിരുന്നു. മരത്തിൻ്റെ ചോട്ടിൽ ഒന്നും സംസാരിച്ചാലൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ മരത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കേൾപ്പിക്കാമെന്ന്. അതേ രക്ഷയുള്ള അത്രമാത്രം തത്തകളാണ്. നല്ല ഭംഗിയുള്ള പല കളറിലുള്ള തത്തകളായിരുന്നു. ഈ മരത്തിനെ പറ്റി ഞാൻ സെർച്ച് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സെർച്ച് ചെയ്യുന്നതിനകത്ത് പറയുന്നുണ്ട് ഈ പൂവിനകത്ത് നിറയെ തേനാണെന്ന്. അപ്പോൾ ആ തേൻ കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ മരത്തിൽ 2-3 മരം അടുത്തടുത്ത് നിൽപ്പുണ്ടായിരുന്നു പൂക്കാത്ത ഒരുപാട് മരങ്ങളും. ഇത് സ്റ്റാൻഡ് പാർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പാർക്കിന്റെ 2 സൈഡിലും തണൽ മരമായിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട്. അതിൽ ഈ 2-3 മരങ്ങളാണ് നിറയെ പൂത്ത് നിന്നത്. വേറെ ചില മരത്തിലൊക്കെ കായും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും കണ്ടോ കണിക്കൊന്ന പൂത്ത് കിടക്കുന്ന പോലെ തോന്നുന്നില്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. നല്ല ക്രീം കളറിൽ. ഇത് കണ്ടോ, ഇത് അതിൻ്റെ കായാണേ. ഇത് തിന്നാൻ പറ്റുന്ന കായാണെന്നാണ് ഗൂഗിളിൽ കണ്ടത്. പിന്നെ ശരിയാണോ എന്നൊന്നും അറിയത്തില്ല. വല്ല വിഷക്കായും ആണോ എന്ന് കരുതി പേടിച്ചിട്ട് ഞാൻ കഴിച്ചൊന്നുമില്ല. പക്ഷെ കായ് കാണാനും നല്ല ഭംഗിയുണ്ട്, പൂ കാണാനും നല്ല ഭംഗിയുണ്ട്. പൂവിൽ തേൻ കുടിക്കാനായിട്ട് എത്രമാത്രം തത്തകളാണ് വന്നിരിക്കുന്നത്. തത്തകളുടെ ബഹളം കാരണം നമുക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അത്ര ബഹളമാണ്. തലയ്ക്ക് മുകളിൽ എല്ലാം പറക്കുകയാണിത്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡിലെ ഒരു ചെറിയ ഭാഗം. നിറയെ റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കടൽ തീരമാണ്. കപ്പലും ബോട്ടും എല്ലാം ഇഷ്ടം പോലെയുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് ഒരു ദ്വീപൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാ സ്ഥലത്തുനിന്നും, ഓസ്ട്രേലിയയുടെ എല്ലാ സ്ഥലത്തുനിന്നും ഇവിടെ ആൾക്കാർ വരുന്നതാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തത്തകളുടെ ശബ്ദം കേൾക്കുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.